ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞാൻ മെയ് 26-ാം തീയതി എടുത്തു വെച്ച വീഡിയോ ആണ്. ഒരു വീഡിയോ പകുതി എൻ്റെ കയ്യിലും പകുതി എൻ്റെ അനിയൻ്റെ ഫോണിലും ആയിരുന്നു കേട്ടോ. അവന് വർക്കിൻ്റെ ഒക്കെ തിരക്കുകൊണ്ട് വീഡിയോ അയച്ചു തരാൻ വേണ്ടിയിട്ട് വൈകിയത് കൊണ്ടാണ്. പിന്നെ പെരുന്നാളിൻ്റെ തിരക്കും അങ്ങനെ വിരുന്നും കാര്യമൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ടൈം എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മെയ് 26-ാം തീയതി എന്താണ് ഇത്ര വല്ലാണ്ട് പ്രത്യേകത എന്ന്. അന്നാണ് എൻ്റെ അത്താൻ്റെയും ഉമ്മാൻ്റെയും കല്യാണം കഴിഞ്ഞ ദിവസം. അന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ അത്തയും മക്കളും ഉമ്മയും ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഒരു കാര്യം സെലിബ്രേഷൻ ചെയ്തിട്ടില്ല. ഒരു ബർത്ത്ഡേ ആണെങ്കിലും ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഒന്നും സെലിബ്രേഷൻ ചെയ്തിട്ടില്ല. 26-ഓ 28-ഓ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ജസ്റ്റ് ഞാനും ഉമ്മയും താത്തി അനിയത്തിയൊക്കെ കൂടെ ഒന്ന് കേക്ക് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതും ആദ്യമായിട്ടായിരുന്നു. പക്ഷെ അത്ത നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ വെഡ്ഡിങ് ഡേ സെലിബ്രേഷൻ ചെയ്യുന്നത് കേട്ടോ. വേറെ ആരുമില്ല, ഞങ്ങൾ അത്തി ഇമ്മി മക്കളും പേരക്കുട്ടികളുമായിട്ടുള്ള ഒരു സെലിബ്രേഷനാണ്. ഞങ്ങളെല്ലാവരും കൂടി അന്നത്തെ ദിവസം നല്ല അത്താൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയും ചില്ലി പൊരിച്ചതും കേക്ക് കട്ട് ചെയ്യലും പിന്നെ അത്താക്കും ഉമ്മാക്കും സർപ്രൈസായിട്ട് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെയുള്ള ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് വേഗത്തിൽ പണികൾ തുടങ്ങിയിട്ടോ. പിന്നെ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിലും അത് അത്തയാണ് കേട്ടോ ഉണ്ടാക്കുക. ബിരിയാണി ആയിക്കോട്ടെ, ഫിഷ് കറി ആയിക്കോട്ടെ, അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള അത്താൻ്റെ തരം സ്പെഷ്യലുകളൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബീഫ് ബിരിയാണി അത്ത തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. നമ്മൾ കൂടെ നിന്നിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉമ്മാക്ക് വലിയ പണിയില്ല. അത് അത്ത തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളി കട്ട് ചെയ്യുന്നത് മുതൽ എല്ലാം സ്പീഡായിട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതാ ചില്ലിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം ഉണ്ടല്ലോ പറയാൻ പറ്റില്ല, ഫുൾ മഴയാണ്. രാവിലെ തുടങ്ങിയ മഴ രാത്രി വരെ നിൽക്കാതെ നല്ല തകർത്ത് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടോ. സമയം ഒരു 12 മണിയാകുമ്പത്തേനും ഫുഡിൻ്റെ എല്ലാം റെഡിയാക്കി എടുത്തു. അപ്പോൾ വേഗത്തിൽ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു. അവർ വിശന്നിരിക്കുമല്ലോ. ബിരിയാണിയൊക്കെ ആണെങ്കിൽ പറയും വേണ്ട, അവർക്ക് നല്ല പോലെ വിശപ്പുമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ അവർക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ടാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണിയും ഒക്കെ ആയപ്പോൾ വാഴയിലയിൽ വേണമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ വാഴയിലയിലാണല്ലോ കഴിക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിൽ വിളമ്പിയ പോലെ വാഴയിലയിലാണ് കേട്ടോ വിളമ്പിയത്. ഈ ചോറും കല്യാണ വീട്ടിലത്തെ ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കല്യാണ വീട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീഫ് ബിരിയാണി ഉണ്ടല്ലോ, അതുപോലത്തെ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണിയും തൈരും ചില്ലി പൊരിച്ചതും പിന്നെ കുറച്ച് കായച്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞ് ഇനി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനും ഉമ്മയും അത്തിയും അനിയനും അനിയത്തിയും. താത്താക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ വരുമ്പോൾ രാത്രി ആയിട്ടോ. കാരണം അവളുടെ മോനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവന് പെട്ടെന്ന് ഇങ്ങനെ കാലിന് പ്രശ്നം ഉണ്ടായിരുന്നു. അവന് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഭാഗമായിട്ട് അവനക്ക് കാലിൽ ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അവന് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾ വരുമ്പോൾ രാത്രിയായിട്ടോ. അവനില്ലാതെ പരിപാടിക്ക് വരുന്നില്ല പറഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ വിളിച്ച് കുറേ നിർബന്ധിച്ചപ്പോൾ അവൾ രാത്രി ഒന്ന് വന്ന് ജസ്റ്റ് വന്ന് ഒരു 5-10 മിനിറ്റ് നിന്നിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്തത്. അവൾക്കും പങ്കെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അവളും കൂടെ വേണമെന്ന് ഞങ്ങളും ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അത്ത വന്നിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അവളും കൂടെ ചേർന്നിട്ട് ഇതുപോലെ ഒരിക്കൽ കൂടെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കേക്ക് കുറച്ച് നേരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കിട്ടുക, എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഞങ്ങൾ ആ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ഞാനും അനിയനും താത്തി അനിയത്തേനും എല്ലാവരുടെ വകയും അത്താക്കും ഉമ്മാക്കും പ്രാവശ്യം ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അനിയൻ്റേത് പറയാൻ അവൻ ആദ്യമായിട്ട് വർക്കിന് കയറിയിട്ട് അവന് ജീവിതത്തിൽ ആദ്യമായിട്ട് ശമ്പളം കിട്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടാ. കാരണം ആദ്യമായിട്ട് വർക്കിന് കയറുക, എന്നിട്ട് ശമ്പളം കിട്ടി അതിൽ അത്താക്കും ഉമ്മാക്കും സർപ്രൈസായിട്ട് കൊടുക്കുക, അതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ഉമ്മാക്കും അത്താക്കും. പക്ഷെ ഞങ്ങൾ അത്താക്കും ഉമ്മാക്കൊക്കെ ഓരോന്നും ഞങ്ങൾ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കേക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടോ സെലിബ്രേഷൻ ചെയ്തിട്ടോ ഒന്നും ഇങ്ങനെയൊന്നും ആദ്യമായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച കാര്യമൊന്നും അത്താക്കും ഉമ്മാക്കൊന്നും അറിയില്ല. ഞങ്ങളെല്ലാവരും മറിച്ച് വെച്ചിട്ട് ആ ഒരു ടൈമിലാണ് കേട്ടോ അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കുട്ടികളും ഞങ്ങളും ഒക്കെ
ഒക്കെ അത്താക്കും ഉമ്മാക്കൊക്കെ കേക്ക് കൊടുത്ത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ തിരിച്ചു കൊടുത്ത് അങ്ങനെയുള്ള പരിപാടികളായിരുന്നു കേട്ടോ. പക്ഷേ താത്ത മാത്രം ഇല്ലാത്തതിൻ്റെ ആയിരുന്നു ഒരു സങ്കടം. പക്ഷെ അവളത് രാത്രി വന്നപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യിപ്പിച്ചിട്ട് കൊടുക്കലൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വല്യമ്മ വന്നു കേട്ടോ. പക്ഷെ വല്യമ്മ ഞങ്ങൾ രാവിലെ വിളിച്ചതാണ്, നിങ്ങൾ ഇന്നിവിടെ വരണം, ഇന്നിവിടെ കുറച്ച് സംഭവം ഉണ്ട്, സംസാരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്യമ്മാൻ അറിയാതെ സർപ്രൈസായിട്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ട് അറിയാതെ വിളിച്ചതായിരുന്നു. അപ്പോൾ വല്യമ്മക്ക് എന്തോ കല്യാണമോ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ വരാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ വന്നു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴും വൈകുന്നേരമൊക്കെ ആയിട്ടാണ്. അങ്ങനെ വല്യമ്മയൊക്കെ വന്ന് കേക്ക് കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ട് വല്യമ്മ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ താത്ത വന്നു കേട്ടോ. താത്ത വന്ന് ഉമ്മാക്കും അത്താക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കിട്ടിയ പാടെ അത്ത അതൊക്കെ ഇട്ടൊക്കെ നോക്കുകയും ചെയ്തു കേട്ടോ. ഇവളും കൂടെ വന്നപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഉമ്മാക്കും ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. പകുതി വാങ്ങിട്ടാ അതങ്ങനെയാണ് കല്യാണം. അത് അവൾക്ക് കൊടുക്കുമോ? അമ്മ കൊടുക്ക്. അതപ്പോ ഇത് ഫുഡും കൊടുത്ത. അങ്ങനെ അൽഹംദുലില്ലാ ആ ഒരു കേക്ക് കട്ട് ചെയ്യലും കഴിഞ്ഞു. അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. താത്ത തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അടുക്കളയിൽ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഓർസാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.